ഹായ് ഫ്രണ്ട്സ്, സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മുളക് കൃഷിയെക്കുറിച്ചാണ്. മുളക് ചെടിയിൽ നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഉണ്ടാവാനായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന രണ്ട് സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ സ്ലറിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളവും ചാരവുമാണ്. കഞ്ഞിവെള്ളവും ചാരവും ചെടികൾക്ക് മികച്ച ജൈവവളങ്ങളാണ്. പുളിപ്പിച്ച കഞ്ഞിവെള്ളം വെള്ളം ചേർത്ത് നേർപ്പിച്ചൊഴിക്കുന്നത് ചെടികളുടെ വളർച്ചയ്ക്ക്, അതുപോലെ ചാരം പൊട്ടാസ്യം നൽകി കായ്ഫലം വർദ്ധിപ്പിക്കാനും കീടങ്ങളെ അകറ്റാനും സഹായിക്കുന്നു. ഞാനിവിടെ തലേ ദിവസത്തെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതായത് 1 ലിറ്റർ കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊരു വലിയൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് വേണ്ടത് വിറക് കത്തിച്ച ചാരമാണ്. ചാരം നമുക്ക് 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിലോട്ട് 1 പിടി എന്നൊരളവിൽ വേണം എടുക്കാനായിട്ട്. ചാരത്തിൻ്റെ അളവ് കൂടിപ്പോകരുത്. അപ്പോൾ ഈ ഒളിപ്പിച്ച കഞ്ഞിവെള്ളവും ചാരവും നല്ല രീതിയിൽ മിക്സാക്കി ഇത് നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത്. ഇതിലോട്ട് 4 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കപ്പിന് 4 കപ്പ് വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കഞ്ഞിവെള്ളവും ചാരവും മിക്സ് ചെയ്ത് വളമായി നൽകുന്നത് ചെടികൾക്ക് വളരെ നല്ലതാണ്. എന്നാൽ അമിതമായി ഉപയോഗിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അമിതമായി ചാരം ചേർക്കരുത്. അത് ചെടികൾക്ക് ദോഷകരമായി ബാധിച്ചേക്കും. അതിനാൽ മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാനിതിലോട്ട് 4 കപ്പ് വെള്ളം ചേർത്ത് ഇതിനെ നേർപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെടികൾക്ക് എങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പം മുളക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് മണ്ണൊക്കെ നല്ല രീതിയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ അത് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ചെടികളുടെ ചുവടൊക്കെ മണ്ണൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നല്ലൊരു വായുസഞ്ചാരം ചെടികൾക്ക് കിട്ടുകയും ചെയ്യും, വേരോട്ടം കൂടുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ മുളക് ചെടികൾക്ക് മാത്രമല്ല കേട്ടോ, തക്കാളിക്ക്, വഴുതനയ്ക്ക്, വെണ്ടയ്ക്ക്, അതുപോലെ പൂവിട്ട് തുടങ്ങിയ പാവയ്ക്കൊക്കെ, പടവലം, ചുരക്ക, ഇതിനൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ആഴ്ചയിൽ ഒരു ദിവസം ചാരം കൊണ്ടുള്ള ഈ വളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പൂക്കളും കായ്കളും ഉണ്ടാവുന്നതാണ്. നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് മികച്ച വിളവ് ലഭിക്കാനും അതുപോലെ മുളക് ചെടിയിലെ ഇല ചുരുട്ടൽ പോലുള്ള രോഗങ്ങൾ തടയാനും കഞ്ഞിവെള്ളവും ചാരവും ഏറ്റവും മികച്ചൊരു ജൈവവളമാണ്. അതുപോലെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം മാറ്റിവെച്ച് പിറ്റേന്ന് ഉപയോഗിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. ഇത് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച ശേഷം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ചാരമിട്ട ചാരവും കഞ്ഞിവെള്ളവും കൂടി ചേർത്ത ഈ മിശ്രിതം ചീരക്ക് ഒഴിച്ചു കൊടുക്കേണ്ട. ചീര പെട്ടെന്ന് പൂത്തു പോകും. അപ്പോൾ അതാ പൂത്ത് തുടങ്ങിയ വഴുതനയ്ക്ക്, അതുപോലെ തക്കാളിയൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഈ കഞ്ഞിവെള്ളവും ചാരവും മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുന്നതാണ്. അതേപോലെ നേർപ്പിച്ച കഞ്ഞിവെള്ളം ഇലകളുടെ അടിഭാഗത്തും മുകളിലും തളിക്കുന്നത് വെള്ളീച്ച തുടങ്ങിയ കീടങ്ങളെ അകറ്റാൻ സഹായിക്കും. 2 ആഴ്ചയിലൊരിക്കൽ ചെടിയുടെ ചുവട്ടിൽ അല്പം ചാരം വിതറുന്നത് മണ്ണിലെ പുളിപ്പ് കുറക്കാനും രോഗപ്രതിരോധശേഷി കൂട്ടാനും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.